CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഡെപ്യൂട്ടി അനിൽകുമാർ, ഈ ED അന്വേഷണം കൂടി ടി വീണയ്ക്കെതിരായി വന്നേക്കുമെന്ന് കേൾക്കുന്നു. ചോദ്യം ചെയ്യലിന്റെ തീരുമാനം ഉടനെടുക്കുമെന്നാണ് ED സോഴ്സസ് പറയുന്നത്. ബുദ്ധിമുട്ടുമോ സർക്കാർ? കരിവന്നൂരിൽ ഇന്നലെ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരമില്ല. ED വന്ന പോലെ പോയി. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയ, ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തിയ ആരോപണങ്ങളൊക്കെ ഈ നാട്ടിൽ ഉയർന്നു വന്നു. അതൊക്കെ ആഘോഷിച്ചവർ ഈ നാട്ടിലുണ്ട്. അവർ തലയിൽ മുണ്ടിട്ട് പോയി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലയിൽ മുണ്ടിട്ട് പോയതാണ് ചരിത്രം. അന്ന് ഇതെല്ലാം നേതൃത്വം കൊടുത്ത ആളുകൾ പ്രധാനമന്ത്രിയുടെ ആഫീസിൽ ഉപദേശകനായിട്ട് പോയിരിക്കുകയാണ് സഞ്ജയ് മിശ്ര. അപ്പോൾ ED പുതുതായിട്ട് ഇങ്ങോട്ട് വന്നാൽ പ്രത്യേകമായിട്ടും ചെയ്യാനില്ല. 2 തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ പോലെ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ചില കലാപരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖര ചുമതലയെടുത്തപ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നു തോന്നലുണ്ടാക്കാൻ അത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇക്കാര്യത്തിൽ കൃത്യമായി BJPയുടെ കൂട്ടുനിൽക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൽബ് കീഴടക്കിയ ആ മിഠായി തെരുവിലൂടെ നടന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ കിട്ടിയല്ലോ സുപ്രീം കോടതിയിൽ നിന്ന്. EDക്ക് സുപ്രീം കോടതി കിട്ടും, നിയമപരമായി നേരിടും. ഞാനൊരു കാര്യം മനസ്സിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. UDF നേതാക്കന്മാരോടാണ്. ഒരു കേസ് അന്വേഷിക്കുമ്പോൾ കള്ളപ്പണം കൊണ്ടുപോയതാണ് അന്വേഷിക്കേണ്ടത്, അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ നടത്തിയാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങൾ നികുതി കൊടുത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നികുതി കൊടുത്ത് നടത്തിയിട്ടുള്ള കരാറുടമ്പടി പ്രകാരമുള്ള കാര്യമാണോ അന്വേഷിക്കേണ്ടത്, കള്ളപ്പണമാണോ അന്വേഷിക്കേണ്ടത്? ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞ് കൊണ്ടുപോയ കള്ളപ്പണം, ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുപോയ കള്ളപ്പണം, ആ കള്ളപ്പണം അന്വേഷിക്കേണ്ട എന്നാണോ UDF പറയുന്നത്? അപ്പൊ ഇത് സെലക്റ്റീവാണ്, ഗവൺമെന്റിനെ ടാർഗറ്റ് ചെയ്യാണ്. അവിടെ സർക്കാരിന്റെ വിശുദ്ധി ഹൈക്കോടതി വിധിമുട്ട് വസ്താണ്. ഈ 9 കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. അത് ED അവിടെ നിൽക്കും. സുപ്രീം കോടതി വരച്ച വരയിൽ ED നിൽക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തു, ശരി, അദ്ദേഹത്തോട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ആ കേസ് അവിടെ തന്നെ ഉണ്ട്. കരുവന്നൂർ ആകെ ഇല്ലാതായി പോയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അപ്പൊ EDക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്ന കരുവന്നൂരില് 36 കേസ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് എടുത്തത്. ക്രൈംബ്രാഞ്ച് കേസെടുത്തിൽ EDക്ക് കേസെടുക്കാൻ പറ്റുമോ കരുവന്നൂരില്? കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടത്തിയ കുറ്റവാളികളുടെ പേരിൽ കേരളത്തിലെ പോലീസല്ലേ കേസെടുത്തത്? ആ കേസ് കൊളവാക്കാൻ വേണ്ടിയില്ലേ ED വന്ന് ഈ വിളയാട്ടമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്? എന്തൊരു വിളയാട്ടമായിരുന്നു! ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ED കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പൈസ ചുമന്നോട്ട് കൊടുക്കണു. എന്നിട്ട് എന്താ കൊടുത്തോ? കരസൂര ഫോൺ വിളിച്ചിട്ടുണ്ടായി. ഇതൊക്കെ നാടകം കളിക്കല്ലേ?